എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം. ആബാപിതാവേ, നല്ല ദൈവമേ, നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും. 27-ാം സങ്കീർത്തനം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു: കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ മുഖം തേടുവീൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു. അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവീൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവീൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവീൻ. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 27-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയുടെ ദൈവാനുഭവം വളരെ ആഴത്തിൽ കാണുവാൻ സാധിക്കും. ഭയത്തിൻ്റെയും അനിശ്ചിതത്വങ്ങളുടെയും ഇടയിൽ ദാവീദ് തൻ്റെ രക്ഷയും അവകാശവും തേടുന്നത് അവൻ്റെ സങ്കേതമായ ദൈവത്തിൽ മാത്രമാണ്. അവൻ പറയുന്നു, കർത്താവാണ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും, എനിക്ക് ഭയമെന്തിന്? പതറാത്തതായ ഒരു ആത്മവിശ്വാസം ദൈവത്തിൽ മാത്രമായ ആശ്രയത്തിൽ നിന്നും മാത്രമേ ഉദിക്കുന്നുള്ളൂ. ദാവീദിൻ്റെ തീവ്രമായ ആഗ്രഹം ദൈവത്തിൻ്റെ ആലയത്തിൽ വസിച്ച് ദൈവവുമായി നിരന്തര സമ്പർക്കത്തിൽ ജീവിക്കാം എന്ന തീക്ഷ്ണമായ ആഗ്രഹമാണ്. വിശ്വാസമില്ലാത്ത ഈ ലോകത്തിൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ഉള്ള ആകാംക്ഷയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതെത്ര മനോഹരമായ ആഗ്രഹമാണല്ലോ. പ്രിയ സഹോദര സഹോദരി, നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാനിതുപോലെ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നുണ്ടോ ദാവീദിനെ പോലെ? ഇല്ലെങ്കിൽ അതിന് എന്താണ് കാരണം, എന്താണ് തടസ്സം? എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവിന് നാം ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ല, അത്ര തന്നെ. അതാണ് പ്രധാന കാരണം.
നാം അവിടുത്തെ സന്നിധിയിൽ എത്തുക നാം തകരുമ്പോൾ മാത്രമല്ലേ? യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ അപ്പനെ, സ്വർഗത്തിലെ നമ്മളുടെ നല്ല പിതാവിനെ സ്നേഹിക്കുന്നില്ലല്ലോ. നമ്മുടെ കർത്താവ് കാണിച്ചു തന്നതുപോലെ തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ സ്വന്തം അപ്പൻ്റെ അടുത്തേക്ക്. കാരണം ഇതാണ് രക്ഷയുടെ സമയം. ഇന്ന് നമുക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ വളരെയധികം മനമടുപ്പിക്കുന്നതാണ്. ഭൗതികവൽക്കരണവും ലൗകികതയും ജഡികാസക്തികളോടുള്ള പ്രവണതകളും തെറ്റായ ബന്ധങ്ങളും സാങ്കേതിക ലോകത്തിൻ്റെ കയ്യേറ്റവും സാമൂഹിക മാധ്യമങ്ങളുടെ സമ്മർദ്ദവും ആത്മീയതയോടുള്ള ശീതളമായ സമീപനവും നമ്മുടെ വിശ്വാസ ജീവിതത്തെ തളർത്തുന്ന നിരവധി ഘടകങ്ങളിൽ ചിലത് മാത്രമാണ്. നമ്മുടെ വിശ്വാസം വെറും നാവിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? സഹോദര, സഹോദരി, നമ്മുടെ മക്കൾ ഇത് കണ്ടല്ലേ വളരുന്നതും തളരുന്നതും വഴിതെറ്റിപ്പോകുന്നതും. നമുക്ക് തെറ്റിപ്പോയി നമ്മുടെ വെളിച്ചത്തെ, കർത്താവായ വെളിച്ചത്തെ, വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ പലതിൻ്റെയും പുറകെ നാം തലവെട്ടിക്കളഞ്ഞ കോഴിയെപ്പോലെ ലക്ഷ്യബോധമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? സമാധാനം തെല്ലുമില്ലാതെ. സങ്കീർത്തനം 27-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച് നിൽക്കുക, അവൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങുക. കാരണം ദൈവത്തിൽ മാത്രമേ നമ്മൾക്ക് ശരിയായ ഉറപ്പുള്ള സുരക്ഷയും ശക്തിയുമുള്ളൂ. ബൈബിളിൽ നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അബ്രഹാം, മോശ, ദാനിയേൽ, മേശാക്ക്, അബെദ്നെഗോ എല്ലാവരും പ്രതിസന്ധികളിൽ ദൈവത്തിൽ ഉറച്ച് നിന്നവരാണ്. ആദ്യകാല രക്തസാക്ഷികൾ ഗുരുതരമായ പീഡനങ്ങൾ നേരിട്ടപ്പോൾ പോലും അവരുടെ ദൈവവിശ്വാസത്തിൽ ഒരു വിട്ടുവീഴ്ചയും വന്നില്ല. അവർക്ക് നല്ല ഒരു ബോധ്യമുണ്ടായിരുന്നു, എൻ്റെ രക്ഷകൻ യേശു കർത്താവ് മാത്രം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, വിശ്വാസത്തിൻ്റെ പരീക്ഷണം സഹനശക്തി ഉണ്ടാക്കുന്നു, സഹനം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളം പോലെ പ്രവർത്തിക്കുന്നു. ഈ സഹനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു. അവൻ ക്രൂശിൻ്റെ വേദന നമുക്ക് വേണ്ടി സഹിച്ചു, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. അവൻ രക്ഷയുടെ പാത തുറക്കാൻ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ദൈവത്തിൻ്റെ ഇച്ഛയിൽ അവസാനം വരെ ഉറച്ചു നിന്നു. അതുപോലെ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ എല്ലാ വെല്ലുവിളികളെയും കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് അതിജീവിക്കാം. യേശു നമുക്ക് നൽകിയ പുതിയ ഉടമ്പടി നമ്മുടെ ജീവനിലേക്ക് പുതിയ പ്രത്യാശയും ഉദ്ദേശവും നൽകുന്നു. പാപത്തിൽ നിന്നുള്ള മോചനം, മരണത്തിൽ നിന്നുള്ള വിജയം, നിത്യജീവിതം എന്ന മഹത്തായ വാഗ്ദാനം. സങ്കീർത്തനം 27 അവസാനിക്കുന്നത് വളരെ ശക്തമായ ഒരു പ്രഖ്യാപനത്തിലൂടെയാണ്. ഞാൻ ദൈവത്തിൻ്റെ നന്മ ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ തളർന്നു പോയേനെ എന്ന്. പ്രത്യാശയോടെ ജീവിക്കാം സഹോദര, സഹോദരി, വിശ്വാസത്തോടെ കാത്തിരിക്കാം. ഇതാണ് നമുക്ക് ഈ ഭാഗം 27-ാം സങ്കീർത്തനം നൽകുന്ന പ്രധാന പാഠം. യേശുവിൻ്റെ 2-ാം വരവിനായുള്ള കാത്തിരിപ്പ് നമ്മെ എപ്പോഴും ദൈവവുമായി നിരന്തര സമ്പർക്കത്തിൽ തുടരുവാൻ ക്ഷണിക്കുന്നു. അത് പൂർണ്ണ വിശുദ്ധിയിലേക്കുള്ള വിളിയുമാണ്. ആ വിളി നാം സ്വീകരിച്ചാൽ ഒന്നുറപ്പാണ് സഹോദര, സഹോദരി, സ്വർണം ആലയിൽ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടും. അത് മാനുഷികമായി ചിന്തിച്ചാൽ ദുർഘടം ആണ് എങ്കിലും സ്വർഗരാജ്യലബ്ധിക്ക് വേറെ കുറുക്ക് വഴികൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ ദിവസവും സത്യസന്ധതയോടും ആത്മീയ ഉന്മേഷത്തോടെയും നാം ആയിരിക്കുന്ന ജീവിതാന്തസ്സിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ 2-ാം വരവിനായി നമ്മൾക്കെല്ലാം ഒരുങ്ങാം. മനസ്സും ഹൃദയവും ശുദ്ധീകരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരേ ഒരു ദൈവം, ആ ജീവനുള്ള ദൈവം നമ്മോടൊപ്പമുണ്ട്. നമ്മെ ഒരിക്കലും വിട്ടുമാറുന്നില്ല. നമ്മുടെ കൂടെ നമ്മളെ തൊട്ട് തലോടി അരികത്തുണ്ട്. എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ കർത്താവേ എന്ന നമ്മുടെ വിളിക്ക് കാതോർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.